ഇതിലിപ്പോ എക്സസൈസ് നമ്പർ 2D10 എഴുതിയേക്കുന്നത് വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് 2D12 ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഫ്രണ്ട് പ്ലേസ് സെലക്ട് ചെയ്തു. നമുക്ക് മനസ്സിലാവും ഒരു സെന്റർ ലൈൻ ഇവിടെ കൂടി പോയിട്ടുണ്ട്, ഇവിടെ കൂടി പോയിട്ടുണ്ട്. പിന്നെ 4 ഹോളുകളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് സെന്റർ ലൈൻ വരയ്ക്കാം. പിന്നെ ഇതിന്റെ ക്രോസ് ആയിട്ട് ലൈൻ കൂടി പോയി, ലൈൻ കൺട്രോൾ ഈ ലൈൻ സെന്റർ ലൈൻ എല്ലാ സെന്റർ ലൈൻ ആയിട്ട് ഫോർ കൺസ്ട്രക്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ ലൈൻ ആയിട്ട്. അടുത്തത് സർക്കിള് സൈഡിൽ കൂടി പോയിരുന്ന സർക്കിളിന്റെ ലൈൻ സെന്റർ ലൈൻ അത് വെറുതെ എടുത്ത് വരയ്ക്കാം. അതിന്റെ ഡയമെൻഷൻ എത്രയെന്ന് പറഞ്ഞാൽ കൊടുക്കാം. സെന്ററിൽ നിന്ന് ഇതിന്റെ സെന്ററിൽ നിന്നുള്ള ഡയമെൻഷൻ ഇവിടെ 30 കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ 30 എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അസൈൻ ചെയ്തിട്ട് അതിന്റെ പകുതി 15. സർക്കിളിന്റെ റേഡിയസ് 4 ആണ്. നിങ്ങൾ സർക്കിൾ വരയ്ക്കാൻ ഡയമെൻഷൻ കൊടുക്കാം 8. ഈ സർക്കിളിന്റെ ഇപ്പുറത്തും വരുന്നുണ്ട്. നമുക്ക് മിറർ കമാൻഡ് എടുക്കാം. മിറർ കമാൻഡ് എൻറ്റിറ്റി മിറർ. ഈ സർക്കിളാണ് താഴെയും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് വരയ്ക്കാനായിട്ട് സെന്റർ ലൈൻ എടുക്കുക, ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ ഹൊറിസോണ്ടൽ ആക്കാനായിട്ട് ക്ലിക്ക് ചെയ്യുക, ഹൊറിസോണ്ടൽ കൊടുക്കുക. അടുത്തത് ഇതിന്റെ ഡയമെൻഷൻ 15 ആണ്. ഇത് ഇഞ്ച് സൈസിലാണ് കൊടുത്തിരിക്കുന്നത്, അത് കുഴപ്പമില്ലാത്ത മില്ലിമീറ്ററിലേക്കാണ്. അടുത്തത് നമ്മൾ മിറർ എൻറ്റിറ്റി കൊടുക്കുക. ഈ രണ്ട് അടുത്തത് ഈ സർക്കിളിന്റെ ചുറ്റിലൊരു ആർക്ക് വന്നിട്ടുണ്ട്. അതിന്റെ റേഡിയസ് 7 ആണ്. അപ്പോൾ 14. ഈ സർക്കിളിന് ചുറ്റും ഒരു റേഡിയസ് വന്നിട്ടുണ്ട്. അതിന്റെ റേഡിയസ് 7 ആണ്. അപ്പോൾ അത് 14 ഡയമീറ്റർ. അപ്പോൾ വീണ്ടും സർക്കിൾ എടുക്കുക, വരയ്ക്കുക. അപ്പൊ എല്ലാം ഈക്വൽ ആണല്ലോ. ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് സർക്കാർ സെലക്ട് ചെയ്ത് 2, 3, 4 ഇതെല്ലാം ഈക്വൽ ആണ്. ഡയമെൻഷൻ എടുത്ത് 14. ഇവിടെ ഒരു ആർക്ക് പോയിട്ടുണ്ട്, ഇവിടെ കൂടി ഒരു ആർക്ക് പോയിട്ടുണ്ട്. അതിന്റെ റേഡിയസ് 40 ആണ്. അപ്പൊ 3 പോയിന്റ് ആർക്ക് തന്നെ എടുക്കാം. അപ്പൊ ഒന്നാമത്തെ സർക്കിളിന്റെ അവിടെ രണ്ടാമത്തെ നമ്മള് വെച്ചു. അപ്പൊ ഇത് 2 ടാൻജന്റ് അല്ല വന്നിരിക്കുന്നത്. അപ്പൊ ടാൻജന്റ് ആക്കാനായിട്ട് ഒന്നാമത്തെ കൺട്രോൾ ടാൻജന്റ്. ഇനി അതിന്റെ ഡയമെൻഷൻ കൊടുക്കാം. റേഡിയസ് 4. ട്രിം ചെയ്ത് കളയണം. എക്സസ് ട്രിം ചെയ്ത് കളയണം. അടുത്തത് ആ സെയിം പ്രോസസ് തന്നെ ഇവിടെ
ഒരു മൂന്നാമത്തെ മിറർ ചെയ്യണം. അതാണ് എളുപ്പം. മൂന്നാമത്തെ കൊടുത്ത് മിറർ അബൌട്ട് ഉണ്ടാകും. നമുക്ക് ഈ ടോപ്പിലെ പോർഷൻസ് ചെയ്ത് തുടങ്ങാം. ഈ സെൻട്രൽ ലൈൻ ഒന്ന് നീട്ടാം. ചെയ്യാവുന്നത്. അപ്പൊ ഇവിടെ എഴുതിയേക്കണുണ്ട് 16 10 ഉള്ള 16 ഇതും 10 ഇതും സെന്റർ ടു സെന്റർ 30ആണ്. നമുക്കിത് ചെയ്യാനായിട്ട് സ്ലോട്ട് ഓപ്ഷൻ ഈ സെന്റർ പോയിന്റ് ഈ സ്ലോട്ടിന്റെ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 55 കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് ആദ്യം കൊടുക്കാം. അപ്പൊ അതിന് ആദ്യം ഒരു സെന്റർ ലൈൻ വരും. അത് ഹൊറിസോണ്ടൽ ആയില്ല. അപ്പൊ ക്ലിക്ക് ചെയ്ത് ഹൊറിസോണ്ടൽ വരും. ഇനി അതിന്റെ ഡയമെൻഷൻ കൊടുക്കും. 55. അത് കഴിഞ്ഞിട്ട് സ്ലോട്ട് ടു സ്ലോട്ട് 30ആണ്. നമുക്ക് സ്ലോട്ടിന്റെ വീതി അല്ലെങ്കിൽ അതിന്റെ ഡയമീറ്റർ 10ആണ്. അപ്പൊ നമുക്ക് ഈ ഡയമീറ്റർ റേഡിയസ് 5 കൊടുക്കും. സ്ലോട്ടിന്റെ പണി കഴിഞ്ഞു. സ്ലോട്ടിന് ചുറ്റും നമുക്ക് ഒരു ഓഫ്സെറ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. ഓഫ്സെറ്റ് 16ആണ് ആ ഡയമെൻഷൻ. അപ്പൊ അതിന്റെ പകുതി 8ആണ്. ഇവിടെ 8 കൊടുക്കാം. അപ്പൊ 8 നമുക്ക് ബൈസെക്ഷൻ ബൈ ഡയറക്ഷനിൽ കൊടുത്താൽ രണ്ട് സൈഡിലേക്ക് ഉണ്ട്. അടുത്തത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ ഡയമീറ്റർ എത്ര? R10 ആണ്. അപ്പൊ നമുക്ക് ഡയമീറ്റർ 20 കൊടുക്കാം. ഇനി അൺവാണ്ടഡ് പോർഷൻസ് ഒക്കെ നമുക്ക് ട്രിം ചെയ്യാം. അതിനു മുമ്പ് ഇവിടെ ഒരു 2 ലൈൻ അൺവാണ്ടഡ് പോർഷൻസ് ഒക്കെ നമുക്ക് ട്രിമ്മിങ് കഴിഞ്ഞപ്പോൾ ഇതിനൊരു നീല കളർ വന്നിട്ടുണ്ട്. എന്താന്ന് നോക്കാം. അതായത് വെർട്ടിക്കൽ അല്ല. അപ്പൊ നമുക്ക് ഇതിന് ക്ലിക്ക് ചെയ്യാം, വെർട്ടിക്കൽ ആക്കാം. ഇത് ക്ലിക്ക് ചെയ്യാം, വെർട്ടിക്കൽ ആക്കാം. അപ്പോഴും അത് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഡയമീറ്റർ കൂടി കൊടുത്തു നോക്കാം. ഇനി കുറച്ച് ഭാഗം കൂടി ട്രിം ചെയ്ത് കളയാനുണ്ടായിരുന്നു. ഫില്ലറ്റും കൂടി അടിക്കാനുണ്ട്. അപ്പൊ ട്രിം എടുക്കാം. ഇവിടെ ഫില്ലറ്റ് അടിക്കാൻ വേണ്ടി
എന്നിട്ട് കൊടുക്കുക. റേഡിയസ് എത്രയാന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെന്ററിൽ 2 സർക്കിൾ ഉണ്ട്, അത് വരയ്ക്കുക.